മെഡിക്കൽ കോളേജുകളുടെ പരിമിതികൾക്കെതിരെ വീണ്ടും ആഞ്ഞടിച്ച് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ. നാടുനീളെ മെഡിക്കൽ കോളേജുകൾ ഉണ്ടായാൽ പോരാ, നിലവാരമുണ്ടാകണമെന്നാണ് വിമർശനം. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കിടെ മരിച്ച വേണുവിനെ തറയിൽ കിടത്തി ചികിത്സിച്ചതിനെയും ഡോക്ടർ വിമർശിച്ചിരിക്കുകയാണ്. ആധുനിക സംസ്കാരത്തിൽ തറയിൽ കിടത്തി ചികിത്സിക്കാനാകുന്ന എങ്ങനെയാണെന്നും ഹാരിസ് ചിറയ്ക്കൽ ചോദിക്കുന്നു. പൊതുജനാരോഗ്യ നയവുമായി ബന്ധപ്പെട്ട സെമിനാറിൽ പങ്കെടുക്കുകയായിരുന്നു ഡോക്ടർ. പുതിയ കോളേജുകൾ തുടങ്ങുന്നതിനേക്കാളും നിലവിലുള്ള മെഡിക്കൽ കോളേജുകൾ ശക്തിപ്പെടുത്തുക. ഇപ്പം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ആലപ്പുഴ, കോട്ടയം മെഡിക്കൽ കോളേജ് പറഞ്ഞാൽ ഇപ്പോഴും സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾക്ക് വളരെ പരിമിതികളുണ്ട്. രോഗികൾ കുറെ കൂടെ എണ്ണം പേഷ്യൻസ് കുറവായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇത്രയും കാലം പുരോഗമിച്ചിട്ടും ഇത്തരം ഈ പ്രാകൃതമായിട്ടുള്ള നിലവാരം, ഈ രോഗികളെ തറയിക്കടുത്ത് ചികിത്സിക്കുക, ശ്വാസമുട്ടിയും ക്യാൻസർ ബാധിച്ചും അത്യാസന്ന നിലയിൽ വരുന്ന രോഗികളെ തറയിക്കടുത്ത് ചികിത്സിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് അത് ഒരു ആധുനിക സംസ്കാരത്തിനായിട്ട് ചേർന്ന് പോവുക? സ്വാതന്ത്ര്യ സാജു വിവരങ്ങളുമായി സ്വാതന്ത്ര്യ. മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അതിനകത്തുനിന്ന് തന്നെ ഉള്ള വിമർശനമായി വരികയാണ്. ഡോക്ടർ ഹാരിസ് നേരത്തെ നടത്തിയ വിമർശനങ്ങളും നമ്മൾ കേരളം ചർച്ച ചെയ്താണല്ലോ. ഇപ്പോൾ വേണുവിന്റെ മരണത്തിന് ശേഷമുള്ള പ്രതികരണമായതുകൊണ്ട് അത് പ്രധാനമാണ്. എന്താണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സ്വാതന്ത്ര്യം? സ്മൃതി, പൊതുജനാരോഗ്യ നയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഡോക്ടർ ഹാരിസ് വലിയ വിമർശനം തന്നെ ഇപ്പോൾ മെഡിക്കൽ കോളേജിനെതിരെ ഉയർത്തിയിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെയും നമ്മൾ കണ്ടിരുന്നതാണ്. പല അവസരങ്ങളിലും മെഡിക്കൽ കോളേജിലെ ഈ സൗകര്യമില്ലായ്മ അത് പല തരത്തിൽ പുറത്തു വന്നിട്ടുള്ളതാണ്. വളരെ അത്യാസന്ന നിലയിൽ കിടക്കുന്ന രോഗികളൊക്കെ തന്നെയും സ്ട്രക്ചറിലും അതുപോലെ തന്നെ വീൽ ചെയറിലും ഒക്കെ ഇരിക്കുന്ന ദൃശ്യങ്ങൾ പല തവണ പുറത്തു വന്നിട്ടുള്ളതുമാണ്. അന്നൊക്കെ തന്നെ നമ്മൾ ചർച്ച ചെയ്ത ഒരു കാര്യമുണ്ട്. ആരോഗ്യത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ, പ്രത്യേകിച്ച് തിരുവനന്തപുരവും കോഴിക്കോട് അടക്കമുള്ള മെഡിക്കൽ കോളേജുകളിൽ ഇങ്ങനെയാണോ വേണ്ടത് എന്നുള്ള കാര്യം പല തവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ എന്തായാലും വിമർശനം അത് ആശുപത്രിക്ക് അകത്തുനിന്ന് തന്നെ വരികയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡോക്ടറായ ഹാരിസ് ചിറയ്ക്കൽ തന്നെ, അത് ന്യൂറോളജി വിഭാഗം മേധാവിയായ ഡോക്ടർ തന്നെ ഇപ്പോൾ ആ കാര്യം വീണ്ടും തുറന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ തറയിൽ കിടത്തി ചികിത്സിക്കുന്ന രീതി മെഡിക്കൽ കോളേജിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അത് വേണുവിന്റെ മരണം, കൊല്ലം സ്വദേശിയായ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വീണ്ടും ഇപ്പോൾ അദ്ദേഹം ഇത്തരത്തിലൊരു വിമർശനം ഉയർത്തിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ വേണു തറയിൽ ആണ് തന്നെ കിടത്തിയിരിക്കുന്നത് എന്ന അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശം പുറത്തു വന്നപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരുന്നതാണ്. അതിന് പിന്നാലെ തന്നെ സൂപ്രണ്ടും അതുപോലെ തന്നെ ഈ കാർഡിയോളജി വിഭാഗം മേധാവിയും ഒക്കെ അദ്ദേഹത്തെ തറയിൽ കിടത്തിയിരുന്നു എന്നുള്ള കാര്യം പറയുകയും സമ്മതിക്കുകയും ഒക്കെ ചെയ്തതാണ്. പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും ഒരു വിമർശനം വന്നിരിക്കുന്നത്. പല രോഗികളെയും, അത് അത്യാസന്ന നിലയിൽ വരുന്ന ക്യാൻസർ അടക്കമുള്ള രോഗികളെ ഇത്തരത്തിൽ തറയിൽ കിടത്തി ചികിത്സിക്കാറുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞിരിക്കുന്നത്. ഒരു പ്രാകൃതമായ ചികിത്സാ രീതിയാണ്. എങ്ങനെയാണ് ഒരു ഡോക്ടർക്ക് അങ്ങനെ ചികിത്സിക്കാൻ കഴിയുക? അതല്ലെങ്കിൽ ഒരു രോഗിയായി വരുന്ന ആൾക്ക്, ഒരു അത്യാസന്ന നിലയിൽ വരുന്ന ആൾക്ക് എങ്ങനെയാണ് അങ്ങനെ കിടന്ന് ഒരു ചികിത്സ വാങ്ങാൻ കഴിയുക എന്നുള്ള കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. സംസ്കാരമുള്ള ഒരാൾക്ക് പോലും അങ്ങനെ ഒരു ചികിത്സ സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം, അങ്ങനെ ഒരു വിമർശനം തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ എന്തായാലും ഉയർത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, സർക്കാരിന്റെ അറിയാം പല സ്മൃതി, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ഡോക്ടർമാർ ഒക്കെ തന്നെയും ഉണ്ടായിരുന്നു. കാരണം ഇതൊരു സെമിനാർ ആയിരുന്നു, രാവിലെ തുടങ്ങിയ സെമിനാറാണ്. ആ സെമിനാറിൽ പങ്കെടുക്കുവാൻ വേണ്ടി ഇന്ന് ഉച്ചയോടുകൂടി തന്നെയാണ് അദ്ദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബിലേക്ക് എത്തിയത്. ആ സമയത്താണ് ഈ ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ സെമിനാറിന്റെ ഭാഗമാകാൻ എത്തിയ ആളുകളും ഒക്കെ ഇരുന്ന സമയത്ത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു വിമർശനം എന്തായാലും ഉയർത്തിയിരിക്കുന്നത്. നേരത്തെയും ഡോക്ടർ ഹാരിസുമായി ബന്ധപ്പെട്ടിട്ട് മെഡിക്കൽ കോളേജിലെ സൗകര്യങ്ങൾ ഇല്ലായ്മയെക്കുറിച്ച് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നതാണ്. അന്ന് അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനങ്ങൾ വന്ന കാഴ്ച നമ്മൾ കണ്ടതുമാണ്. അതിന് പിന്നാലെയാണ് വീണ്ടും എന്തായാലും ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ വീണ്ടും ഒരു വിമർശനവുമായി അദ്ദേഹം രംഗത്തെത്തിയിരിക്കുന്നത്. മാത്രമല്ല, സർക്കാരിനെതിരെ കൂടിയാണ് ഈ വിമർശനം ഉയർത്തിയിരിക്കുന്നത്. കാരണം നിരവധി മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ പണിതിട്ടിട്ട് കാര്യമില്ല, അതിന് വേണ്ട സൗകര്യങ്ങൾ, മൾട്ടി സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളുള്ള മെഡിക്കൽ കോളേജുകൾ തന്നെ പണിയണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ കോന്നിയിലായാലും ഇടുക്കിയിലായാലും നമ്മൾ കാണുന്നതാണ്, മെഡിക്കൽ കോളേജുകളുണ്ട്. പക്ഷേ കെട്ടിടത്തിനപ്പുറത്തേക്ക് അവിടെ എത്തുന്ന രോഗികൾക്ക് വേണ്ട എന്ത് സൗകര്യമാണ് ഈ മെഡിക്കൽ കോളേജുകളിൽ ഉള്ളത് എന്ന ചോദ്യം പലവട്ടം ഉയർന്നു വന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് വേണുവിന് കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്നുകൂടി അദ്ദേഹം ചോദിക്കുന്നുണ്ട്. കാരണം കൊല്ലം ജനറൽ ആശുപത്രിയിലോ കൊല്ലത്തെ ഏതെങ്കിലും ഒരു ആശുപത്രിയിലോ, ഇപ്പോൾ കൊല്ലത്ത് നോക്കുകയാണെങ്കിൽ പാരിപ്പള്ളി മെഡിക്കൽ കോളേജാണ്, പക്ഷെ അവിടെ പോലും പോകാൻ കഴിയാതെ അദ്ദേഹത്തിന് എന്തിന് തിരുവനന്തപുരത്ത് വരേണ്ടി വന്നു? അവിടെ സൗകര്യമില്ലായ്മ ഉള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് തിരുവനന്തപുരത്തേക്ക് വരേണ്ടി വന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് വന്നിട്ടും അവിടെ വേണ്ട സൗകര്യം ഉണ്ടായിരുന്നോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. കാരണം തറയിൽ കിടക്കേണ്ടി വന്നു, അദ്ദേഹത്തിന് വേണ്ട സൗകര്യം ലഭിച്ചില്ല, അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. ഇവിടെ വന്നിട്ടും സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ, ഈ ചികിത്സ കൃത്യമായി കിട്ടിയിരുന്നെങ്കിൽ അദ്ദേഹം മരിക്കില്ലായിരുന്നു എന്നുള്ള ഒരു കാര്യമാണ്. എന്തായാലും സർക്കാരിനെതിരെയും അതുപോലെ തന്നെ തിരുവനന്തപുരം അടക്കമുള്ള പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലെ ഈ സൗകര്യ ദൗർലഭ്യത്തിനെതിരെയും തന്നെയാണ് വീണ്ടും ഡോക്ടർ ഹാരിസ് രംഗത്തെത്തിയിരിക്കുന്നത്. അത് ആശുപത്രിക്ക് അകത്തു നിന്നുള്ള ഒരു വിമർശനമായി തന്നെ നമുക്ക് അതിനെ വിലയിരുത്തേണ്ടി വരും. സ്മൃതി, സ്വാതന്ത്ര്യ സാജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർക്കാർ ആശുപത്രികളിലെ മെഡിക്കൽ കോളേജുകളിലെ ദുരവസ്ഥ തുറന്നു പറഞ്ഞ ഡോക്ടർ ഹാരിസ് തന്നെ വീണ്ടും
പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോൾ വേണു എന്നൊരു രോഗി മരിക്കുന്നതിന് മുമ്പ് ഒരു ഓഡിയോ സന്ദേശം സുഹൃത്തിന് അയക്കുന്നു. അത് കേരളം ചർച്ച ചെയ്യുന്നതിനിടയിലാണ് ഡോക്ടർ ഹാരിസ് വീണ്ടും മെഡിക്കൽ കോളേജുകൾ ഇങ്ങനെ നിർമ്മിച്ചിട്ടാൽ പോരാ, അവിടെ അടിയന്തര സൗകര്യങ്ങൾ കൂടി വേണം എന്നുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ